ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസിലെയോ കമ്പ്യൂട്ടറുകൾ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ഇത്തരം ഒരു കേബിൾ വഴിയായിരിക്കും. ഈ ഒരു കേബിളിനെ പറയുന്നതാണ് CAT6 കേബിൾ. അതുപോലെ തന്നെ ഈ ഒരു കണക്ടറിനെ പറയുന്നതാണ് RJ45 കണക്ടർ. ഈ ഒരു RJ45 കണക്ടർ ഈ ഒരു CAT6 കേബിൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിമ്പ് ചെയ്യുന്നു എന്നാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് വേണ്ടത് ഈ ഒരു ക്രിമ്മിംഗ് ടൂളാണ്. 3-in-1 മോഡുലാർ ക്രിമ്മിംഗ് ടൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമുക്കിതിൽ 6 പിന്ന്, 8 പിന്ന്, 4 പിന്ന് വരെയുള്ള കണക്ടറുകൾ ക്രിമ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇൻസുലേറ്റർ റിമൂവ് ചെയ്യാനും ഒരെണ്ണം കട്ടിങ് ചെയ്യുന്നതിലേക്കുമായിട്ടാണ് ഈ ഒരു ക്രിമ്മിംഗ് ടൂൾ ഉപയോഗിക്കുന്നത്. അടുത്ത മെയിൻ എന്ന് പറയുന്നത് ഈ RJ45 കണക്ടറാണ്. ഈ കണക്ടറിനകത്ത് 8 പിന്നാണ് വരുന്നത്. ഈ 8 പിന്ന് നമ്മൾ ഈ CAT6ലുള്ള 8 കേബിൾ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ക്രിമ്മിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രിമ്പ് ചെയ്യുന്നതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യമായി ഒരു നൈഫോ അല്ലെങ്കിൽ ഇൻസുലേറ്റർ റിമൂവോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ പുറത്തുള്ള ഇൻസുലേറ്റർ റിമൂവ് ചെയ്യാവുന്നതാണ്. കേബിളിൻ്റെ ഇൻസുലേറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ വയറും സെപ്പറേറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ കളർ കോഡാണ് വരുന്നത്. കളർ കോഡ് എന്ന് പറയുന്നത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇതിനെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അറേഞ്ച് ചെയ്തതിന് ശേഷം ഈ കണക്ടറിൻ്റെ ലെങ്ത് നമ്മളൊന്ന് മെഷർ ചെയ്യുക. മെഷർ ചെയ്തതിന് ശേഷം ഒരു ക്രിമ്മിംഗ് ടൂളിൻ്റെ കട്ടിംഗ് പോർഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതേ പൊസിഷനിൽ മാറാതെ തന്നെ ഈ RJ45 കണക്ടറിനുള്ളിലേക്ക് ഇതിനെ കയറ്റി വയ്ക്കുക. ഇത് കറക്റ്റായിട്ട് എല്ലാ പിന്നും ടച്ചായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിതിനെ ക്രിമ്മിംഗ് ടൂളിനുള്ളിലോട്ട് കടത്തി വയ്ക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ക്രിമ്മിംഗ് ടൂള് ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് പ്രോപ്പറായിട്ട് ക്രിമ്പായിട്ടുണ്ട്. ഇൻസുലേഷനും ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി.